വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് ടീം അമിഗോസ്. അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റീസ് ആണ്. വെറൈറ്റി നമ്മുടെ ടീമിൽ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു അതെ. ക്രിസ്മസ് ചലഞ്ച്. ശേഷം നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി പോണ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. കുറെ നാൾക്ക് ശേഷം. പറയൂ. കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങൾ ഇതുപോലൊന്നും ചെയ്തില്ല. കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ ചെയ്ത ഒരു ക്രിസ്മസ് ട്രീ ഡെക്കർ അതായിരുന്നു നമ്മൾ ചെയ്തത്. ഇത്തവണ നമ്മളൊന്ന് മാറ്റിപ്പിടിച്ച് നമുക്കൊന്ന് ഔട്ട്ഡോർ പോലെ പുറത്തൊക്കെ പോയിട്ടൊന്ന് എൻഗേജ്ഡ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ചെറിയ രീതിയിൽ നമ്മൾക്കുണ്ടാവുന്ന രീതിയിൽ ചെറിയായിട്ട്. അതെ, ഇവിടെ ഒരു 5 എൻവലപ്പില് ഒരു സർട്ടൈൻ എമൗണ്ടും ഓരോരുത്തരുടെ പേര് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഓരോന്നും ഓരോരുത്തർ എടുക്കും. എന്നിട്ട് ആരെയാണോ കിട്ടിയത് അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ്, അതായത് എന്ത് ഇഷ്ടമുള്ള രീതിയിൽ മേടിക്കാട്ടോ. അതായത് ഇങ്ങനെ സാധനം മേടിക്കണം അങ്ങനൊന്നുമില്ല. ആ കാശില് ഒത്ത ഒരു സാധനം യൂസ്ഫുൾ ആയിട്ട് എന്താന്ന് വെച്ചാൽ അത് അവരുടെ ഇഷ്ടം, എന്തും മേടിക്കാം. അതറിയില്ല, നമുക്കത് തുറന്നു നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങളത് പറയാം, ഓരോരുത്തർക്ക് കിട്ടുന്നത് ആരാണ്, എമൗണ്ട് എത്രയാന്നൊക്കെ ഞങ്ങൾ പറയാം. അത്ര ഒന്നും പ്രതീക്ഷിക്കണ്ട. പുറത്തു പോക, സാധനങ്ങൾ മേടിക്കുക, വരാ, സർപ്രൈസ് ആയിട്ട് കൊടുക്കുക. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ടീം അമിഗോസിന്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഓൾറെഡി ക്യാമറമാൻ ഇങ്ങനെ ഷഫിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും നമുക്ക് അവിടെ ഇവിടെ കേട്ട് എടുക്കാം. അല്ല, അവിടെ ഇവിടെ ഏതെങ്കിലുമൊക്കെ എടുത്തോ. എടുത്തു സ്വന്തം പേര് ഇട്ടാണ്ടിരുന്നാ മതി. അഖിലാണ്ട മണ്ഡലനണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദൻ ദീപം കൊളുത്തി. അപ്പോ എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ചിപ്പു ആണ്. അപ്പൊ ചിപ്പുന് ഞാൻ എടുക്കാന്ന് വിചാരിച്ചേക്കുന്നത് ഡ്രസ്സാണ്. പുള്ളിക്കാരിക്ക് എല്ലാം ഇഷ്ടമാണ്. അപ്പോ എനിക്ക് തോന്നി ഡ്രസ്സ് ഒന്ന് നോക്കാം, പറ്റിയത് കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വല്ല കമ്മലോ മാലയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് വെച്ച് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഡ്രസ്സ് നോക്കാം, പറ്റിയതാണെങ്കിൽ ഞാൻ എടുക്കും. എന്നിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം എന്താ എടുത്തേക്കണം. ഓക്കെ, ബൈ. ഓ ഗൈസ്, എനിക്ക് കിട്ടിയേക്കുന്ന ക്രിസ്മസ് ഫ്രണ്ട് ഷഹാസാണ്. ഷഹാസിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സ്ഥിരം വന്ന ഒരു ഹോട്ടലുണ്ട്, ഷവർമ്മ വാങ്ങിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ വന്നിട്ടാണ് നമ്മളെ ഭാര്യയാണ് ഇത് കട്ട് ചെയ്ത് തന്നേക്കുന്നത്. അപ്പൊ ഇതായിട്ടാണ് ഇനിയിപ്പോ നമ്മൾ പോകാൻ പോകുന്നത്. എനിക്ക് അങ്ങനെ കിട്ടിയത് ഒരു 200 രൂപയുണ്ട് കിട്ടിയത് ശരിക്കും പറയുന്നത്. എനിക്ക് കിട്ടിയേക്കണത് കുറുവിനെയാണ്, എൻ്റെ ബ്രദറിന് ഒരു ഡ്രസ്സ് എടുക്കാൻ തന്നെ വിചാരിച്ചത് വന്നു. പക്ഷെ അത് എനിക്ക് എല്ലാരും ഇനി അതന്നെയാണ് എടുക്കണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ ഗായ്സ്, എനിക്ക് കിട്ടി, റിച്ചുവിനെയാണ് കിട്ടിയേക്കണ. അപ്പൊ ബോയ്സിനാണെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെ മേടിക്കായിരുന്നു. ഇപ്പൊ എനിക്ക് ഗേൾസിന് എന്ത് മേടിക്കുന്നൊന്നും അറിയില്ല. പിന്നെ നമുക്ക് ആകെ ഒരു ലിമിറ്റ് ഉണ്ട്, ആകെ എന്തോ 200 രൂപക്കുള്ളിലേ മേടിക്കാൻ പറ്റുള്ളൂ. ഗേൾസിന് പൊതുവെ ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷെ എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് കാണൂലേ. ഇതാണെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട്, 200 രൂപക്കുള്ളിലുള്ള മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇവിടെ അടുത്ത് വിശാൽ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടാ, നമുക്ക് അവിടെ റേറ്റ് കുറവാണ്. അപ്പൊ അവിടെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ബാക്കി ഞാൻ കാണിച്ചുതരാം. ഗായ്സ്, അപ്പൊ ഞാൻ വീടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയിരിക്കുന്ന ബഡ്ജറ്റ് 200 ആണ് കേട്ടോ. ബാക്കിയുള്ള എനിക്ക് എത്ര കിട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഷിജാസ് ബ്രോനെയാണ്. ബാക്കിയുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും എന്താ മേടിച്ചു കൊടുക്കുക, കാരണം എനിക്ക് അവരുടെ ടേസ്റ്റ് ഒക്കെ അറിയാം. പക്ഷേ ഷിജാസ് ബ്രോയുടെ ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും നോക്കാം, നമ്മളെന്തായാലും ഒരു രസമല്ലേ. ഈ ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഇവര് നമുക്ക് തന്നിരിക്കുന്നത്. ഓരോരുത്തർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടിലായിരിക്കണം നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത്. ഇവിടെ നിന്നൊരു ഡ്രസ്സ് നമുക്ക് ആ ഒരു എമൗണ്ടിലേക്ക് എടുക്കാന്ന് പറയുന്നത് ഇറ്റ്സ് ഇംപോസിബിൾ. ഉണ്ടാക്കാതെ പോണം. അപ്പൊ എനിക്കറിയില്ല കിട്ടുമോ. ഒന്നില്ല ഞാൻ ഡ്രസ്സിലെടുക്കും, അല്ലാന്നിട്ട് ഞാൻ വല്ല കമ്മലിയോ മാലിലേക്ക് ഞാൻ എടുക്കും. അതാണെങ്കിലും നല്ലതാണല്ലോ. ബാക്കിയുള്ള എമൗണ്ടിന് ഞാനിവിടെ ഒരു ടോയ്സ് കടയിൽ, നമ്മളെ കൂട്ടുകാരൻ്റെ ഒരു ടോയ്സ് കടയിൽ വന്നേക്കാനുണ്ട. നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ കാണുന്ന സാധനങ്ങളാണ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ഞാൻ വാങ്ങിച്ചേക്കണത്.
അപ്പൊ തന്ന എമൗണ്ടിൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ബാലൻസ് ആകെ ഉള്ളത് ഒരു 30 രൂപയാണ്. അപ്പൊ 30 രൂപയ്ക്ക് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഒരു കഴിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട ലേസും ബ്രൗണിയാണ് ഞാൻ ഉദ്ദേശിച്ചത് വാങ്ങാനായിട്ട്. അപ്പൊ എന്തായാലും വേറെയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ 2 സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതെന്താ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതും കൂടി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലേക്കും ഗിഫ്റ്റ് റാപ്പിംഗ് ആൻഡ് ഹാൻഡ് ഓവർ. ഗൈസ്, അപ്പൊ ഞാന് എന്റെ ബ്രദറിന് ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്. ബാലൻസ് പൈസ ഉണ്ടായി കുറച്ച്. അപ്പൊ അതില് ഞാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് സാധനം ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ കാശെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി അവിടെ ചെന്നിട്ട് പങ്കിടാം. ഓക്കെ, ഞാനിപ്പോ റിച്ചുപ്പിന്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എനിക്കിതേ മഞ്ഞ ഇഷ്ടപ്പെട്ടു. 3 കളർ ഉണ്ടായിരുന്നു. ഇതേ ഈ കളറ്, പിന്നെ പച്ച. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഒരു കുറച്ചും കൂടി നല്ല രസം കാണാം. പിന്നെ റേറ്റും കുറച്ച് കുറവാണോ, 90 രൂപ. ഗൈസ്, അപ്പൊ ഞാനങ്ങനെ 3 എണ്ണം വെച്ചിട്ടുണ്ട്. ഒന്നിത്, പിന്നെ ഒന്നിത്, പിന്നെ ഒന്നിത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇതായിരിക്കും നല്ലത്. ഷിജാസ് കാക്കാക്ക് ഇഷ്ടാവെന്ന് അറിയില്ല, പക്ഷെ എനിക്കിത് ഇഷ്ടായി. അപ്പൊ എന്തായാലും നമ്മളെ കൊടുക്കുന്ന ഗിഫ്റ്റിൽ അവര് ഹാപ്പി ആവണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ഇത് എന്തായാലും ചൂസ് ചെയ്യാം. ഇതാണ് കാക്കയുടെ സൈസാണ് കിട്ടാൻ ഭയങ്കര പാടും. എക്സൽ ആണ് സൈസ്. 199 ആണ് ഇതിന്റെ റുപ്പീസ് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഷഹാസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഉണ്ടായിരുന്ന 10 രൂപ ഇത് ബിങ്കോം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ടീഷർട്ട് സെലക്ട് ചെയ്ത് നല്ല ഉഗ്രൻ ടീഷർട്ടാ സെലക്ട് ചെയ്ത് ഈ ശാലയിൽ 99 രൂപയുള്ളൂ. ബാക്കി നമുക്ക് ഒറ്റ മിഠായി മേടിക്കാം. ബാക്കി എനിക്ക് 100 രൂപ കൂടി ഉണ്ട്. അപ്പൊ 100 രൂപക്ക് നമുക്ക് ഒരു കമ്മല് മേടിച്ചു കൊടുക്കാം. നമ്മളെല്ലാരും ഗിഫ്റ്റ് മേടിച്ച് വന്നിട്ടുണ്ട്. കാണിച്ചേ, നല്ല കളർഫുൾ ആണ് എല്ലാരും. റെഡ്, യെല്ലോ. അയ്യോ, എനിക്ക് 200 രൂപക്ക് നമ്മള് ഒരു സാധനം ഇത് 1000 രൂപ ഉള്ളുണ്ട്, ഇതും 1000 രൂപ ഉള്ളുണ്ട്. ഇതാണ് കറക്റ്റ് 200 രൂപ ഉള്ളത്. നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരാണ്? ഫിക്രുക്കനെ ഫസ്റ്റ് കൊടുക്കണോന്ന് പറയുന്നു. ആർക്കറിയില്ല ആരെ ഈ മിഠായി പാക്കറ്റ് ആയിരിക്കാം കിട്ടാൻ നോക്കാം. നമ്മുടെ എല്ലാമായ നമ്മുടെ രോമാഞ്ചം. അതെ, അണ്ണാച്ചല്ലോ ഓഡിയൻസിനെ മിഠായി പാക്കറ്റ് പൊട്ടിക്കട്ടെ. പ്രതീക്ഷയിലല്ല ചെറുതായിട്ട് പ്രതീക്ഷ. നിങ്ങൾ വിചാരിച്ചില്ലല്ലോ മിഠായി പൊട്ടിക്കാൻ പോണേണ്ട ഇരിക്കണേണേ. ആയിരുന്നിട്ട് പൊട്ടിക്ക്, സമാധാനത്തിൽ പൊട്ടിക്ക്. ഇതിപ്പോ റബ്ബർ ബാൻഡ് പൊട്ടിക്കാൻ തന്നെയാണോ? ഞാനത് മേലെ കിട്ടാനുള്ളൊരു അല്ലേ. ഇവിടെ ഇത് മാറ്റി വെച്ചോടത്ത് നമുക്കൊരു ഗൈസ് ഭാവി നാളെ അറിയാം. ഓപ്പൺ ചെയ്യാൻ പോണേ. ഭാവിന്റെ ഭാവി നാളെ പൊട്ടിച്ചിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ അതൊക്കെ എത്ര 1 കോടി നാളെ അറിയാം. ലോട്ടറി ടിക്കറ്റ്, ഇങ്ങനെ ഒരു ലോട്ടറി ടിക്കറ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഇടണം ആരും ഉണ്ടാവും ടീഷർട്ട് കോടിക്കുള്ള ഒരു മുതലാ കൊടുത്തേക്കണം. 1 രൂപക്ക് മെൻഡോസ് ടീഷർട്ട്. നൈസ് നൈസ്, കൊള്ളാട്ടാ. കൊച്ചാണല്ലോ, അപ്പൊ കൊച്ചിനുള്ള ഒരു പറ്റില്ലെങ്കിൽ പൈസക്ക് ഇടാ. ഇത് 99 രൂപ. ഇത് നല്ലൊരു കമ്മലായിരുന്നു. താങ്ക് യു. അപ്പൊ ഇനി എന്റെ ടേൺ ആണ്. അപ്പൊ എന്റെ ക്രിസ്മസ് ഫ്രണ്ടിനെ കാണിച്ചു തരാം. എടേ തുപ്പി കാണിച്ചു തരാം. അതൊക്കെ അപ്പൊ ഒരു കാര്യം തീരുമാനായി. അപ്പൊ ചിപ്പുന് ഞാനിതങ്ങാട് കൈമാറാനാണ്. ഈ ഒഴിയുടെ മിഠായി അങ്ങനെ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അവിടെ ഇരിക്കൂ, ഇരുന്ന് നോക്കൂ. ഇത് നമുക്ക് ഇപ്പോഴേ തിന്നാലേ. ഓക്കെ, ഐശ്വര്യമായിട്ട് മധുരം തിന്നു തുടങ്ങാം. ഒരു ബാലൻസ് വന്നപ്പോ കാണിച്ചതാണ്. 199 രൂപ. പല പല സാധനങ്ങളാണ്. കുറെ ഉണ്ടോ? ഏയ് പിന്നെ
സെല്ലോട്ടാ പോറുണ്ടല്ലോ. അങ്ങനെ ഇതാക്കല്ലേ അടുത്തതിന് കളിക്കുന്നെന്തോ കളിപ്പാട്ടോ മാറിയിട്ടില്ല. എന്താണ് നമ്മള് ലേസ് ലേസ് എനിക്ക് ഇഷ്ടമാണ്. പച്ച ലേസ് എന്റെ ഫേവറേറ്റ് ആണ്. ഇതെന്നാണ്? രണ്ട് കമ്മിലിട്ടാ കൊള്ളാം. എനിക്ക് ഇഷ്ടായി. അടിപൊളി കൊള്ളാം. സൂപ്പർ. മൂപ്പരാളിന്റെ ഫേവറേറ്റ് സാധനങ്ങളൊക്കെ നോക്കി വെച്ചേക്കുന്നുണ്ട്. ബ്രൗണി, ഷോർട്സ്, ബാക്കി 2 രൂപ എല്ലാ കൊള്ളാം. പാവങ്ങൾക്ക് പറ്റിയൊരു സ്ഥാപനമാണ് വിശാല്. റിച്ചുക്കും സെയിം തന്നെ. കളർ ചേഞ്ച് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കൊള്ളാട്ടെ. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളെ സ്വന്തം ചാച്ചു. വെൽഡായിട്ടൊന്നുമില്ല. അങ്ങനെ അധികം പ്രതീക്ഷിക്കണ്ട. 200 മെയിൻ പ്രശ്നം ഇക്കാകെ സൈസിനുള്ളത് കിട്ടില്ല. പൊട്ടിക്കാം. ഇവനിക്ക് ചാച്ചു ഓർ ഇക്കറോ എനിക്കായിരിക്കുള്ളൂ. എനിക്കറിയാല്ല. എനിക്ക് വേണ്ട. കാക്ക ഒരു ചേക്ക് മിഠായി മേടിച്ചിട്ടുണ്ട് കേട്ടാ. എല്ലാരും പാവപ്പെട്ട കൊള്ള കൊള്ള കൊള്ള. അപ്പൊ ഇനി ഒന്നും പറയണ്ട. വേണ്ട സന്തോഷം. ഇവരെ 2:30 കഴിഞ്ഞപ്പോ എനിക്കറിയാൻ എന്റെ ആളാ. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് കിട്ടുന്ന ആളെ തന്നെയാണ് ശരിക്കും കിട്ടിയേക്കണത്. ചാച്ചു ബ്രോ, ചാച്ചു ബ്രോനെ എനിക്ക് കിട്ടിയേക്കണത്. അതെ, സത്യം പറഞ്ഞ എനിക്ക് ജീവൻ പേടിയുണ്ട്. അപ്പൊ ഞാൻ ഈ സാധനം കൈമാറുകയാണ്. കൊണ്ടുവന്നപ്പോ തന്നെ പറഞ്ഞ് പെട്ടിനുള്ളിൽ കയറണു. അന്ന് കൂട്ടിയിട്ട് ഇത് ശ്വാസം എടുക്കേണ്ടതാണ്. പെർമിഷൻ വല്ല പാമ്പിനെ എടുത്തോ. പക്ഷെ എല്ലാവരുടെയും എക്സൈറ്റ്മെന്റ് ഒക്കെ നമ്മ തകർക്കുന്നതാണ്. കല്യാണ ലെറ്റർ നിങ്ങൾക്ക് 500 കൊടുത്ത് എന്തായിരിക്കും? അന്നങ്ങണ്ട് എന്തു സാധനം ഞാൻ കൈയിടൂലട്ടാ. കണ്ണൂട്ടി കൈയിട്ടു. അയ്യോ ഇങ്ങനെയല്ല, തിരിച്ചാണ്. തിരിച്ചാണ്. മനസ്സിലായി മനസ്സിലായി. അല്ല എന്നാലേ കൈയിടാൻ പറ്റുള്ളൂ. കമ്പനി പ്രൊമോഷൻ ഒന്നുമില്ല ഗൈസ്, എല്ലാരെയും പറ്റിച്ചിരിക്കുകയാണ്. അത് കൊള്ളാട്ടെ. ഇത് കൊള്ളാം. ഇത് കൊള്ളാം. ഭയങ്കര ഇഷ്ടമാണ് കാറിൽ വെക്കാൻ വേണ്ടി. പക്ഷെ അടുത്ത സാധനം ഞാൻ ഒറ്റക്ക് നിന്നു കൊടുക്കൂല. ഷവർമ്മയാണ്. ഷാസിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ ഇത് ഷവർമ്മ വാങ്ങിച്ചത് ഇവനിക്ക് കൂടി തിന്നാന്ന് വിചാരിച്ചിട്ടായിരിക്കും കൊടുക്കൂല. ഹായ് നല്ല വളം. എന്നെ കിട്ടുന്ന വിചാരിച്ചില്ല. ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് പേര് പറയണം. അറിയാലോ, പേര് പറയൂ ഗൈസ്. ഇതില് ഇക്കുറിന്റെ പേര് ഒരു മാറ്റിക്കളഞ്ഞ് ഒരാൾക്കെന്നെ 2ാമത് കിട്ടണാണ്. അതൊന്നും വിചാരിക്കരുത്. ആള് പേടിച്ചായി. ആള് വിചാരിച്ച ആൾക്ക് സമ്മാനമില്ല. അത് പേടിക്കണ്ട, ഞാൻ തരുന്നതാണ്. അപ്പൊ ഫിക്ർ മോനിക്ക് ഇതേ ഒരു ഗിഫ്റ്റ്. ഇതിന്റെ പ്രത്യേകതകളുണ്ട്. വേണ്ടാ ഒറിയോ ബിസ്ക്കറ്റ് ആടും ആടിക്കളിക്കും. ഒറിയോ ബിസ്ക്കറ്റ് ഇത്
ഇതെനിക്ക് മനസ്സിലായി എന്താണ് ഓറിയോ ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമുള്ള അത് കണ്ടോ? അതെ എനിക്ക് ഇഷ്ടമുള്ള പിടിക്കുന്നുണ്ട് ഇവന് ഓറിയോ മനസ്സിലാവുണ്ട് ഫാനാണ്, ബട്ട് ആ ഫാനാണ് ഓറിയോ. ഓറിയോ മനസ്സിലായി, പ്രൊമോഷൻ കാണിക്കും ഇവന്റെ അടുത്ത് കൊടുത്താൽ മതി. തിന്നത് പ്രൊമോഷൻ തരും. അമ്മ ഇന്നത്തെ കോളായ്മ ഒരു പാക്കറ്റ് പാലും ഒരു അല്ല വലിയ ഭയങ്കര ധൃതിയിലാണ് പൊട്ടിക്കണേ. കുറുമോനിക്ക് ഫേവറേറ്റ് ആയ സാധനമാണ് അതെ ഡബ്രോന്. ഇതിലാൻ തൃപ്തിയായി. അവനിക്ക് ഇത് മാത്രം മതി ശരിക്കും പറയുന്നത്. ഇതിന് 200 രൂപ മുതലായിരുന്നു. ഒരു ദിവസം ജീവിക്കാനുള്ള ഉണ്ടാവും എനിക്ക്. ആടാ പ്ലാന് ക്ലിക്ക് ആയത് തൊട്ടപ്പ ചെരുപ്പ് ചെരുപ്പ് അത് കുറുമോനിക്ക് ഇഷ്ടാവും. മറ്റേ വാറന്റി അരിപ്പാണ്, വാറന്റി അരിപ്പായിരിക്കട്ടെ. ബാത്റൂം എപ്പോഴും ബാത്റൂമിൽ പോകുമ്പോ ഞാൻ പറയും മര്യാദ നല്ല ഇരിപ്പിടാൻ. ഇത് 199 പറഞ്ഞ് ലാസ്റ്റ് വില പേശി 175 രൂപ തന്നു. ബാക്കി കാശിന് ഇതും വാങ്ങിച്ചു. സൈസ് അറിയില്ലായിരുന്നു. സൈസ് എനിക്ക് ഏകദേശം അറിയായിരുന്നു. തള്ളക്കാലാണെന്ന് വാങ്ങിച്ചു പറ്റില്ല തിരിച്ചു കൊടുക്കാലോ. നല്ല ഗിഫ്റ്റ് കൊള്ളാം, അടിപൊളി, ഇഷ്ടപ്പെട്ടു. എന്റെ ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിപ്പ് തന്ന ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടായി ക്രൂ ഇഷ്ടായി. ചിപ്പ് തന്ന ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, അടിപൊളിയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊള്ളണ്ടല്ലേ 200 രൂപക്കല്ലേ? പ്രൊമോഷൻ ശരിക്കും അതെ ഇതും വിശാലാണ്. എല്ലാരും മാറി മാറി കണ്ടുമുട്ടാണ്ട് എനിക്ക് ആ ഒരു വിഷമം ഇവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം. എന്റെ ഇപ്പൊ തിന്ന് തീരും. നിന്റെ തിന്ന് മാത്രം തരൂല തരില്ല ഞാൻ ഒറ്റക്ക് അല്ല സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. കാരണം അല്ലേ ഇതിനകത്ത് gaming എല്ലാരും ഭയങ്കര ഭയങ്കര ഇഷ്ടായി. പുറത്ത് പോയിട്ട് ചെയ്ത ഒരു ഇതാണ്. എല്ലാരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്തത്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത്. നിങ്ങൾ ഞാനും ചെയ്തു. പിന്നെ ഗിഫ്റ്റും കിട്ടിയത് പിന്നെ ഭയങ്കര ഹാപ്പി സന്തോഷം. പിന്നെന്താന്ന് വെച്ചാല് അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ ഫസ്റ്റ് ടൈമാണ് നമുക്ക് പുറത്തു പോയിട്ട് വീഡിയോ എടുക്കുന്നത്. ഞങ്ങളല്ല ഇവര് അതെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല. ഞാൻ വീഡിയോസ് ഒക്കെ അതിന് തൊലിക്കട്ടി എങ്ങനെയാണ് അതിന് പറഞ്ഞിട്ടില്ല. അതെ കണ്ടാർക്കം. അപ്പൊ അപ്പൊ എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ്, ക്രിസ്മസ് വീഡിയോസും ചലഞ്ചസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് എന്താ പറയാ, എല്ലാരും സപ്പോർട്ട് ചെയ്യാ. സപ്പോർട്ട് ചെയ്യാം. അതെ ലൈക്ക് ചെയ്യാ. അതെ, നമ്മുടെ page ഇനിയും subscribe ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പൊ അത് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ചെയ്യാം. ക്രിസ്മസ് Christmas. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.